ഇങ്ങോട്ട് നാത്തൂനെ വേഗം വാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പിന്നെ ടീച്ചർ വന്ന് ഇവര് എല്ലാവരോടും പറഞ്ഞേ. അയ്യോ ടീച്ചറെ വാ, ടീച്ചറെ നമുക്ക് അകത്തോട്ടിരിക്കാം. വാ ഇരിക്കും. മോളെ ആതിരേ, ആതിരേന്നാ പേര്. വീടിന്റെ പേര് ആതിരന്നാ. പിന്നെ നരേട്ടൻ യൂഡി ക്ലർക്ക്. ഓഫീസിൽ എല്ലാരും ബഹുമാനിക്കുന്ന ഒരേ ഒരാള് നരേട്ടനാ. എന്താ അമ്മേ? ആ മോള് വന്നേ, ടീച്ചറാ. അനുഗ്രഹം വാങ്ങിച്ചതാ. അതെ, കാണാൻ ഇത്തിരി ഭംഗിയുള്ളതുകൊണ്ടേ ഓരോ പൂവാലന്മാരെ ശല്യപ്പെടുത്തുകയായിരുന്നു. ആ മറിയച്ചേർത്തി ഉള്ളതുകൊണ്ട് രക്ഷയായി. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ദേ അപ്പുറത്തെ ആ വീട്, അവിടെയുണ്ടൊരു പൂവാലൻ. അല്ല, അവിടെ ഒരാളെ മാത്രമായിട്ട് വേർതിരിച്ച് കാണണ്ട, എല്ലാരും കണക്കാ. ഈ മോളെ പഠിപ്പിച്ച് വലിയൊരു മഹതിയാക്കണം. മഹതി. അല്ല, ടീച്ചറൊന്നും പറഞ്ഞില്ല. ഞാനെല്ലാം കേൾക്കുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസമായിരിക്കും ഞാൻ വരുന്നത്. പലയിടത്തും ട്യൂഷൻ എടുക്കാനുണ്ട്. ഒക്കെ ടീച്ചറിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുക. ദേ എന്റെ മോളെ ഒരു ഡോക്ടർ. അയ്യോ, നാത്തൂനെ ആ ഫാഷനൊക്കെ പോയി. ഇപ്പൊ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ വലിയ കമ്പൊന്നും ഇല്ല. എന്നാ പിന്നെ IAS. അതിന് പഴയ ഒരു ഗ്ലാമർ ഒന്നും ഇല്ല. ശാസ്ത്രജ്ഞയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒക്കെ ഇല്ലേ. അപ്പൊ ടീച്ചർ ഇവളെ ഒരു നല്ല സയന്റിസ്റ്റ് ആക്കി തരണം. എത്ര ഫീസ് വേണമെങ്കിലും തരാം. ഞാൻ നല്ലവണ്ണം പഠിപ്പിക്കാം. ഡോക്ടറാക്കാം, സയന്റിസ്റ്റ് ആക്കാം, അങ്ങനെയൊക്കെ എങ്ങനെയാ പറയാ? അല്ല, ഞാൻ ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരമ്മയുടെ എളിയ മോഹങ്ങള് അത് ടീച്ചർക്ക്. അല്ല, വിവാഹം ആയിട്ടില്ല. ആ കുമാരിയാണല്ലേ. ടീച്ചർക്ക് അതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുടുംബനാഥ ആവുന്നതിന് മുമ്പ് ഞാനും കളിയാക്കിയിരുന്നു, പിള്ളേരുടെ കാര്യം മാത്രം പറഞ്ഞു വിചാരിച്ച് നടക്കുന്ന അച്ഛനമ്മമാരെ കുറിച്ച്. എനിക്കൊരു കല്യാണം ആയപ്പോഴാ എനിക്ക് മക്കളെ കുറിച്ചുള്ള മോഹത്തെ കുറിച്ച് മനസ്സിലായത്. നാത്തും പറയുന്നതേ ടീച്ചർക്ക് മനസ്സിലാവുണ്ടോ ആവോ? ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വീടുകളിലെ അമ്മമാരെല്ലാം പറയുന്നതാ ചേച്ചിയും പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. നാളെ മുതൽ ക്ലാസ് തുടങ്ങാം.